ശബരിമലയിലെ സജ്ജീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സന്നിധാനത്തെത്തി. പമ്പയിൽ നാളെ അവലോകന യോഗം നടക്കും. വിവരങ്ങളുമായി അഖിൽ ടി.എസ് കൂടി ചേരുന്നുണ്ട്. അഖിൽ, മന്ത്രി ഇപ്പോൾ സന്നിധാനത്തെത്തിയെന്ന് മനസ്സിലാക്കുന്നു. നാളെയാണ് യോഗം നടക്കുക. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ഇന്ന് രാത്രി 9:30 കൂടിയാണ് സന്നിധാനത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ എത്തിച്ചേർന്നത്. സന്നിധാനത്ത് വലിയ നടപ്പന്തലെത്തിയ അദ്ദേഹം സോപാനത്തിലെത്തി തന്ത്രിയെയും മേൽശാന്തിയെയും കണ്ടു. അതിനുശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. ഗസ്റ്റ് ഹൗസിൽ ADM അരുണസ് നായർ, ADGP S. ശ്രീജിത്ത്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ നിലവിലിപ്പോൾ ശബരിമലയിലെ സജ്ജീകരണങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഇന്ന് സന്നിധാനത്ത് തങ്ങും. നാളെ രാവിലെ മാത്രമേ തിരിച്ച് പമ്പയിലേക്ക് ഇറങ്ങൂ. രാവിലെ 10:30-ക്കാണ് നിലവിൽ പമ്പയിൽ ശബരിമലയിലത്തെ നിലവിലെ സജ്ജീകരണങ്ങളെ സംബന്ധിച്ചും നിയന്ത്രണങ്ങളെ സംബന്ധിച്ചുമുള്ള അവലോകന യോഗം നടക്കുക. അതിനുശേഷം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് നിലവിൽ ഏകോപന യോഗങ്ങൾ വിളിച്ചു ചേർക്കാനോ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കാനോ മന്ത്രിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇതിൽ ഇളവ് നൽകി. ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ശബരിമലയുടെ കാര്യങ്ങളിൽ ഇടപെടാമെന്നുള്ള ഇളവ് നൽകുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നേരിട്ട് പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി കാൽനടയായിട്ടാണ് വഴിയിലെ തീർത്ഥാടകർ വരുന്ന വഴിയിലെ ഒരുക്കങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനായിട്ട് നടന്നാണ് അദ്ദേഹം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നത്. വലിയ നടപ്പന്തൽ വഴി സന്നിധാനത്തിൽ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തി അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ സന്നിധാനത്തെ പോലീസ് സുരക്ഷാ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത്, ADM അരുണസ് നായർ, ഒപ്പം ദേവസ്വം സെക്രട്ടറി S. രാജമാണിക്യം IAS, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെല്ലാം നേതൃത്വത്തിലാണ് നിലവിൽ ശബരിമലയിൽ ഇപ്പോൾ സന്നിധാനത്ത് ഗസ്റ്റ് ഹൗസിൽ നിലവിൽ അവലോകന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ കാര്യങ്ങളെപ്പറ്റി, ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സന്നിധാനത്തെ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് മന്ത്രി ഇവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നാളെ രാവിലെയായിരിക്കും ശബരിമല സന്നിധാനത്ത് വിവിധ വകുപ്പുകളുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, അങ്ങനെ തുടങ്ങി വിവിധ വകുപ്പുകൾ, ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ മേധാവിമാരുമായിട്ട് നാളെ പമ്പയിൽ വെച്ചായിരിക്കും രാവിലെ 10:30 അവലോകന യോഗം നടക്കുക. ഈ അവലോകന യോഗത്തിന് ശേഷം സന്നിധാനത്തെ കൂടുതൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊള്ളും. അതിനുശേഷം ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള മേൽനടപടികൾ സ്വീകരിക്കും. അത്തരത്തിൽ ശബരിമലയിലെത്തുന്ന ഓരോ തീർത്ഥാടകർക്കും സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും കാര്യക്ഷമമായ രീതിയിലാണ് നിലവിൽ സർക്കാരും ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. ശ്രീനിധി.